കാക്കയും കുറുക്കനും. ഒരു ദിവസം ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞ് ആഹാരം തേടി നടക്കുകയായിരുന്നു. അവൻ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. എങ്ങു നിന്നും ആഹാരം കിട്ടിയില്ല. അപ്പോഴാണ് ഒരു അപ്പക്കഷ്ണവും കൊക്കിൽ കരുതി ഒരു കാക്ക പറന്നു പോകുന്നത് കുറുക്കൻ കണ്ടത്. എങ്ങനെയെങ്കിലും ആ അപ്പക്കഷ്ണം കൈക്കലാക്കണം എന്നതായി കുറുക്കന്റെ ചിന്ത. കാക്ക പറന്നു പോകുന്ന ദിശയിലേക്ക് കുറുക്കൻ പിന്തുടർന്നു. കാക്ക ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നത് കുറുക്കൻ കണ്ടു. ആ മരത്തിന്റെ താഴെ നിന്നുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, ഹേ കാക്കേ, നമസ്കാരം, ഒരു നല്ല ദിവസം നേരുന്നു. അതിശയത്തോടെ കാക്ക തന്നെ ആരാണ് വിളിച്ചത് എന്നറിയാൻ താഴേക്ക് നോക്കി. തന്ത്രശാലിയായ കുറുക്കൻ കാക്കയെ വെറുതെ പ്രശംസിക്കുവാൻ തുടങ്ങി. ഇന്നു നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്! എത്ര സുന്ദരമായാണ് നിന്റെ തൂവലുകൾ ഇരിക്കുന്നത്! ഹോ, തിളക്കമുള്ള നിന്റെ കണ്ണുകൾ കണ്ടാൽ ആരും നോക്കി നിന്നു പോവും. ഇത്രയും സുന്ദരിയായ നിന്റെ സ്വരം കേൾക്കാൻ എന്തു രസമായിരിക്കും! നിന്റെ സ്വരം ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നു, പക്ഷികളിൽ നീയാണ് രാജ്ഞി. കുറുക്കൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച കാക്ക തല ഉയർത്തി കാ കാ എന്ന് പറയാൻ തുടങ്ങി. വായ തുറന്നപ്പോൾ തന്നെ വായിൽ നിന്നും അപ്പക്കഷ്ണം നിലത്തേക്ക് വീണു. കുറുക്കൻ വേഗം തന്നെ അത് കൈക്കലാക്കി. എന്നിട്ട് കാക്കയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മണ്ടൻ കാക്കേ, നീ ഞാൻ പറഞ്ഞ പ്രശംസകളിൽ വീഴുകയായിരുന്നു. ഹഹഹ. കാക്കയ്ക്ക് അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. കേൾക്കുന്നത് എന്തും വിശ്വസിക്കരുത് എന്നുള്ള സത്യം. പ്രായമായ സിംഹവും കുറുക്കനും. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിനുള്ളിൽ ഒരു പ്രായമായ സിംഹം ഉണ്ടായിരുന്നു. പ്രായമായതുകൊണ്ട് പല്ലും നഖവും ഒക്കെ പലതും കൊഴിഞ്ഞുപോയിരുന്നു. ഇര തേടിപ്പിടിക്കാനുള്ള ആരോഗ്യവും കുറവായിരുന്നു. ഒരു ദിവസം സിംഹത്തിന് ഒരു സൂത്രം തോന്നി. സിംഹത്തിന് അസുഖം പിടിപെട്ടിരിക്കുകയാണെന്നും അവശനായി കിടക്കുകയാണെന്നും മരിക്കുന്നതിന് മുൻപ് എല്ലാവരെയും കാണണം എന്നും പറഞ്ഞ് സിംഹം എല്ലാവർക്കും ഒരു സന്ദേശം അയച്ചു. അടുത്ത ദിവസം ഒരു ആട് സഹതാപം അറിയിക്കാനായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു. ആട് അടുത്തെത്തിയപ്പോൾ തന്നെ സിംഹം അതിന്റെ മേൽ ചാടി വീണ് ഭക്ഷണമാക്കി. അതിനടുത്ത ദിവസം ഒരു മാൻ അതുവഴി വന്നു. അതിനെയും സിംഹം ഭക്ഷണമാക്കി. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായി സിംഹത്തിന് ഭക്ഷണമായി കൊണ്ടിരുന്നു. ഒരു ദിവസം സൂത്രശാലിയായ ഒരു കുറുക്കനായിരുന്നു ചെന്നത്. കുറുക്കൻ വളരെ ശ്രദ്ധയോടെയാണ് ഗുഹയിലേക്ക് ചെന്നത്. സിംഹത്തിന് അടുത്ത് നിന്നും സുരക്ഷിതമായ ഒരു അകലം പാലിച്ചായിരുന്നു കുറുക്കൻ നിന്നത്. എന്നിട്ട് ഭവ്യതയോടെ സിംഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഇപ്പോ അസുഖം കുറവുണ്ടെന്നും അകത്തു കയറി സംസാരിക്കാമെന്നും സിംഹം കുറുക്കനോട് പറഞ്ഞു. ബുദ്ധിമാനായ കുറുക്കൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് കുറുക്കൻ സിംഹത്തിനോട് ചോദിച്ചു, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഈ ഗുഹയിലേക്ക് വരുന്നവരുടെ കാൽപ്പാടുകൾ തിരികെ പോയതായി കാണുന്നില്ലല്ലോ. പറയൂ പ്രഭു, അവര് ഏത് വഴിയിലൂടെയാണ് പുറത്തേക്ക് പോയത്? അപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഈ കുറുക്കനെ കളിപ്പിക്കാൻ സാധ്യമല്ലെന്ന്. കുറുക്കൻ തിരികെ കാട്ടിൽ പോയി എല്ലാവരോടും സിംഹം എല്ലാവരെയും പറ്റിക്കുന്ന കാര്യം പറഞ്ഞു. മറ്റുള്ളവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറുക്കനെ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. ഗുഹ. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെ അത് ഇര തേടി നടക്കുകയായിരുന്നു. പക്ഷേ ഒന്നിനെയും കിട്ടിയില്ല. ഒടുവിൽ ഒരു ഗുഹയിൽ പോയി പതുങ്ങി കിടന്നു. അന്ന് രാത്രി അവിടെ തങ്ങാൻ വരുന്ന മൃഗത്തിനെ തിന്നാൻ സിംഹം തീരുമാനിച്ചു. ദിവസവും ആ ഗുഹയിൽ താമസിച്ചു വന്നിരുന്നത് ഒരു കുറുക്കനായിരുന്നു. അന്നും പതിവ് പോലെ കുറുക്കൻ ഗുഹയിലേക്ക് വന്നു. എന്നാൽ പുറത്ത് സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് കുറുക്കൻ നിന്നു. ബുദ്ധിശാലിയായ കുറുക്കൻ തന്നെ കൊല്ലാൻ ഗുഹയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് സിംഹം എന്നറിഞ്ഞ് ഒരു സൂത്രം ചെയ്തു. ഉടനെ കുറുക്കൻ, ഗുഹയെ, നിനക്ക് എന്റെ നമസ്കാരം എന്ന് പറഞ്ഞു. പക്ഷേ ഉത്തരമൊന്നും വന്നില്ല. കുറുക്കൻ വീണ്ടും ഗുഹയെ നോക്കി. എന്താ ഗുഹേ, നീ ദിവസവും എന്നോട് സംസാരിക്കുന്നതല്ലേ? എന്തു പറ്റി നിനക്ക്? ഉത്തരം പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അകത്തിരുന്ന സിംഹം
തിരിച്ച് നമസ്കാരം പറഞ്ഞാൽ കുറുക്കൻ ഗുഹയിലേക്ക് വരുമെന്ന് തെറ്റിദ്ധരിച്ചു. നമസ്കാരം എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ തന്നെ കുറുക്കൻ, എടാ മടയൻ സിംഹമേ, ഗുഹ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. അപമാനത്തോടെ സിംഹവും പുറത്തു വന്നു. സിംഹവും മുയലും. ഒരിക്കൽ ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. വിശപ്പില്ലെങ്കിൽ പോലും മൃഗങ്ങളെ വേട്ടയാടുന്നത് സിംഹത്തിന് ഒരു ഹരമായിരുന്നു. സഹിക്കേണ്ട മൃഗങ്ങൾ അവസാനം സിംഹത്തെ സമീപിച്ചു. ദിവസവും സിംഹത്തിന് വിശപ്പടക്കാൻ ഓരോ മൃഗങ്ങളെ അയക്കാമെന്നും അനാവശ്യമായി മൃഗങ്ങളെ കൊല്ലുന്നത് നിർത്തണമെന്നും അവരഭ്യർത്ഥിച്ചു. സിംഹവും അത് സമ്മതിച്ചു. ഇനി മൃഗങ്ങൾ വാക്കു തെറ്റിച്ചാൽ ഉറപ്പായും എല്ലാ മൃഗങ്ങളെയും കൊല്ലുമെന്നും സിംഹം മുന്നറിയിപ്പ് നൽകി. മൃഗങ്ങളും സമ്മതിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിർഭാഗ്യവാന്മാരായ ജീവികൾ സിംഹത്തിന്റെ ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മുയലായിരുന്നു. പാവം മുയൽ, പേടിച്ചുപോയ മുയൽ കഴിയുന്നത്ര വേഗം കുറച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. വിശന്നിരുന്ന സിംഹം മുയലിനെ കണ്ടയുടനെ ഗർജിച്ചു. എന്താണ് ഇത്ര താമസിച്ചത്? ഈ പീക്കിരി മുയലിനെ തിന്നാൽ എന്റെ വിശപ്പ് എങ്ങനെ തീരും? മൃഗങ്ങൾ വാക്ക് തെറ്റിച്ചു. നിന്നെ തിന്നിട്ട് ബാക്കിയുള്ളതിനെയും കൊല്ലും, സിംഹം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, ഞങ്ങൾ 4 മുയലുകളാണ് താങ്കളുടെ ഭക്ഷണത്തിനായി വന്നത്. എന്നാൽ വഴിയിൽ വേറൊരു സിംഹം ഞങ്ങളെ തടഞ്ഞു. ഈ കാട്ടിലെ പുതിയ രാജാവാണെന്ന് പറഞ്ഞു താങ്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 മുയലുകളെ ആ സിംഹം തിന്നു. ഈ വിവരം താങ്കളെ അറിയിക്കാൻ എന്നെ മാത്രം ജീവനോടെ അയച്ചു. മുയൽ പേടിച്ച് മറുപടി പറഞ്ഞു. സിംഹത്തിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. സിംഹം മുയലിനെയും കൂട്ടി പുതിയ സിംഹത്തിനടുത്തേക്ക് പാഞ്ഞു. മുയൽ സിംഹത്തിനെ ഒരു കിണറ്റിന്റെ അരികിലേക്കാണ് കൊണ്ടുപോയത്. കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ടു. പുതിയ സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. സിംഹം ഗർജിക്കാൻ തുടങ്ങി. സിംഹത്തിന്റെ ഗർജനം കിണറ്റിൽ പ്രതിധ്വനിച്ചു. പുതിയ സിംഹം തന്നെ നോക്കി ഗർജിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കിണറ്റിലേക്ക് എടുത്തു ചാടിയ സിംഹം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതോടെ ക്രൂരനായ ആ സിംഹത്തിനെ കൊണ്ടുള്ള ശല്യവും അവസാനിച്ചു. മൃഗങ്ങൾ മുയലിനോട് നന്ദി പറഞ്ഞു. കേൾക്കുന്നതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കരുത്. വസ്തുതകളെ മനസ്സിലാക്കി കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഉത്തമം. അടുത്ത കഥ കേട്ടാലോ? തേനീച്ചയും മാടപ്രാവും. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അവൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവന്റെ ചിറകുകൾ നനഞ്ഞുപോയി. അത് കാരണം അവന് പറക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. തടാകത്തിനടുത്തുള്ള ഒരു മരത്തിൽ ഒരു മാടപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ജീവന് വേണ്ടി പോരാടുന്ന തേനീച്ചയെ അവൾ കണ്ടു. അവൾ ഒരു ഇല കൊക്കുകൊണ്ട് പറിച്ചെടുത്ത് അത് നേരെ തേനീച്ചയ്ക്ക് എറിഞ്ഞുകൊടുത്തു. അതിൽ കയറിയിരുന്ന് തേനീച്ചയെ പ്രാവ് തന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിന് വെളിയിൽ കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തേനീച്ച അവിടെ നിന്നും പറന്നുപോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം മാടപ്രാവ് തടാകത്തിന്റെ അടുത്തുള്ള മരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്തുവാൻ ഉന്നം പിടിച്ചു. തേനീച്ച ആ വികൃതി ചെക്കനെ കണ്ടു. അവൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും തേനീച്ച പറന്ന് വന്ന് അവന്റെ കയ്യിൽ ആഞ്ഞു കൊത്തി. ആ വികൃതി ചെക്കൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ടുണർന്ന മാടപ്രാവ് അവിടെ നിന്നും പാറിപ്പോയി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ നന്മ ചെയ്താൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അടുത്ത കഥ കേട്ടാലോ? കുറുക്കനും സന്യാസിയും. കൗശലക്കാരനായ ഒരു കുറുക്കൻ എല്ലാ രാത്രിയിലും ഇര തേടി അയൽ ഗ്രാമത്തിൽ എത്തുമായിരുന്നു. ഗ്രാമവാസികൾ വളർത്തുന്ന മൃഗങ്ങളെയും കോഴികളെയും മോഷ്ടിക്കുന്നത് കുറുക്കൻ പതിവാക്കി. ഗ്രാമവാസികൾ കുറുക്കന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി. അങ്ങനെ ഒരു രാത്രി ഗ്രാമത്തിൽ എത്തിയ കുറുക്കന് ഗ്രാമവാസികൾ തന്നെ പിടിക്കാനായി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായി.
എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? കുറുക്കൻ ആലോചിച്ചു. അപ്പോഴാണ് ആ വഴി ഒരു സന്യാസി നടന്നു വരുന്നത് കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറുക്കൻ തന്റെ കൗശലം ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ ദയനീയമായ സ്വരത്തിൽ കുറുക്കൻ കരഞ്ഞുകൊണ്ട് സന്യാസിയോട് പറഞ്ഞു, അല്ലയോ സന്യാസി, എനിക്കൊരു അപകടം പറ്റി, എണീക്കാൻ പോലും കഴിയുന്നില്ല. ദയവു ചെയ്ത് എന്നെ താങ്കളുടെ സഞ്ചിയിൽ വെച്ച് എന്റെ വീട്ടിലാക്കി തരണം. ദയാലുവായ ആ സന്യാസി കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ചു. കുറുക്കനെ തന്റെ സഞ്ചിയിൽ വെച്ച് സന്യാസി യാത്ര തുടർന്നു. തന്റെ ഗുഹയ്ക്ക് മുന്നിൽ എത്തിയ ഉടനെ സന്യാസിയുടെ സഞ്ചിയിൽ നിന്നും താഴെയിറങ്ങിയ കുറുക്കൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കള്ളൻ, കള്ളൻ, കയ്യിൽ സഞ്ചിയുമായി കള്ളൻ പോകുന്നേ, നാട്ടുകാരെ ഓടിവരണേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് കുറുക്കൻ തന്റെ ഗുഹയിലേക്ക് ഓടിക്കയറി ഒളിച്ചു. ഓടിയെത്തിയ ഗ്രാമവാസികൾ കയ്യിൽ സഞ്ചിയുമായി നിൽക്കുന്ന സന്യാസിയെ കള്ളൻ എന്ന് തെറ്റിദ്ധരിച്ച് ശിക്ഷിച്ചു. അപരിചിതരെ അന്ധമായി വിശ്വസിക്കരുത്. അടുത്ത കഥ കേട്ടാലോ? സിംഹവും മീനും. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. കാടിന്റെ രാജാവായിരുന്നു ആ സിംഹം. നദിക്കരയിൽ സമയം ചെലവാക്കുന്നതായിരുന്നു സിംഹത്തിന്റെ ഇഷ്ടവിനോദം. അങ്ങനെ ഒരു ദിവസം നദിക്കരയിൽ ഇരുന്ന സിംഹം നദിയിൽ വലിയൊരു മീനിനെ കണ്ടു. മീനിനെ കണ്ട് അതിശയം തോന്നിയ സിംഹം മീനിനെ ഉച്ചത്തിൽ വിളിച്ചു. ഹേയ് മീനെ, എന്നോട് കൂട്ടുകൂടാമോ? സിംഹരാജാവിന്റെ ചങ്ങാത്തം മീനും ആഗ്രഹിച്ചു. അന്നു മുതൽ അവർ അടുത്ത സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ഒരു ദിവസം നദിക്കരയിൽ ഇരുന്ന സിംഹത്തിനെ വെറികൊണ്ട ഒരു കാട്ടുപോത്ത് ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പകച്ചുപോയ സിംഹം സഹായത്തിനായി മീനിനെ വിളിച്ചു. അയ്യോ മീനെ, എന്നെ സഹായിക്കണേ, വേഗം വാ. സിംഹത്തിന്റെ വിളി കേട്ട് മീൻ വെള്ളത്തിന്റെ മുകളിൽ വന്നെങ്കിലും നോക്കി നിൽക്കാൻ അല്ലാതെ സിംഹത്തിനെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കാട്ടുപോത്തിനോട് മല്ലിട്ട് സിംഹം രക്ഷപ്പെട്ടെങ്കിലും തന്നെ അപകടത്തിൽ സഹായിക്കാതെ നോക്കി നിന്ന മീനിനോട് സിംഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. മീനിന് അത് വലിയ വിഷമമായി. സിംഹരാജൻ, എനിക്ക് വെള്ളത്തിൽ ജീവിക്കാനേ കഴിയൂ. പുറത്തു വന്നാൽ ഞാൻ ചത്തുപോകും. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങയെ സഹായിക്കുന്നത്? മീൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് സിംഹത്തിന് തന്റെ തെറ്റ് മനസ്സിലായത്. കാരണമറിയാതെ മീനിനെ കുറ്റപ്പെടുത്തിയ സിംഹത്തിന് വലിയ സങ്കടം തോന്നി. സിംഹം മീനിനോട് മാപ്പ് പറഞ്ഞു. യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. അടുത്ത കഥ കേട്ടാലോ? സിംഹവും ചുണ്ടലിയും. ഒരിക്കൽ ഒരു സിംഹം തന്റെ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അതുവഴി പോയ ഒരു ചുണ്ടലി ഗുഹയിലേക്ക് കയറി ഉറങ്ങിക്കിടന്ന സിംഹത്തിന്റെ അടുത്ത് ഓടിക്കളിക്കുവാൻ തുടങ്ങി. സിംഹം എന്തായാലും ഉറങ്ങുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് സിംഹം സംശയിക്കുകയുമില്ല എന്ന് ചുണ്ടലി മനസ്സിൽ വിചാരിച്ചു. ഓടിക്കളിക്കുന്നതിനിടയിൽ സിംഹത്തിന്റെ മൂക്കിനടുത്ത് അറിയാതെ എത്തിയപ്പോൾ സിംഹം ഉണർന്നു. ടപ്പേ! ഒറ്റയടിക്ക് സിംഹം ചുണ്ടലിയെ കൈക്കുള്ളിലാക്കി. തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൽ വളരെ ദേഷ്യത്തിലായിരുന്നു സിംഹം. എന്നോട് ക്ഷമിക്കൂ, ചുണ്ടലി കരഞ്ഞു. എന്നെ വെറുതെ വിടൂ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ താങ്കൾക്ക് സഹായം ചെയ്യാം. സിംഹം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ വളരെ ചെറുതാണ്, നീ എനിക്ക് എന്ത് സഹായം ചെയ്യും? സിംഹത്തിന് ദയ തോന്നി ചുണ്ടലിയെ വെറുതെ വിട്ടു. അടുത്ത ദിവസം 2 വേട്ടക്കാർ കാട്ടിലേക്ക് വന്നു. അവർ സിംഹത്തിന്റെ കൂടിനു മുന്നിൽ ഒരു വലിയ കെണി ഒരുക്കി. സിംഹം അതറിഞ്ഞില്ല. രാത്രിയിൽ ഗുഹയിലേക്ക് വന്ന സിംഹം ആ കെണിയിൽ പെട്ടു. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് വലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ അലറുകയും കരയുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ചുണ്ടലി കരച്ചിൽ കേട്ടത്. അവൻ സിംഹത്തെ സഹായിക്കാൻ ഓടിയെത്തി. ചുണ്ടലി അവന്റെ പല്ലുകൾ ഉപയോഗിച്ച് കെണിയിലെ കയറുകളെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചില്ലേ? ഇപ്പോൾ നോക്കൂ, ഒരു എലിയായ എനിക്ക് ഒരു സിംഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ സിംഹത്തിന് മനസ്സിലായി, അന്ന് ഞാൻ എലിയോട് കാണിച്ച ദയ വെറുതെ ആയില്ലെന്ന്.
ആരെയും നിസ്സാരമായി കാണരുത്. അടുത്ത കഥ കേട്ടാലോ? പൊന്മുട്ടയിടുന്ന താറാവ്. ഒരിടത്തൊരിടത്ത് പാവപ്പെട്ട ഒരു കൃഷിക്കാരന് വളരെ ഭംഗിയുള്ള ഒരു താറാവ് സ്വന്തമായി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ കൃഷിക്കാരൻ കൂട്ടിൽ പോയി നോക്കുമ്പോൾ താറാവ് തിളങ്ങുന്ന ഒരു സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ടായിരിക്കും. അയാൾ അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അതുവഴി ധനികനാവുകയും ചെയ്തു. പക്ഷേ ഇത് അധിക നാൾ നീണ്ടു നിന്നില്ല. എല്ലാ ദിവസവും ഒരു മുട്ട മാത്രം ലഭിക്കുന്നത് ഓർത്ത് കർഷകൻ നിരാശനായി. പെട്ടെന്ന് ധനികനാവാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു ദിവസം പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചതിന് ശേഷം അയാൾക്ക് ഒരു ആശയം ഉദിച്ചു. ഞാൻ ഈ താറാവിനെ കൊന്ന് അതിനുള്ളിലുള്ള എല്ലാ മുട്ടകളും പുറത്തെടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ധനികനാകാം. അത്യാഗ്രഹിയായ മനുഷ്യൻ ആ താറാവിനെ കൊന്നു. അതിന്റെ വയറ് തുറന്നു നോക്കി. പക്ഷേ അയാൾക്ക് ഒരു മുട്ട പോലും കിട്ടിയില്ല. ആ താറാവ് ചത്തുപോവുകയും ചെയ്തു. അത്യാഗ്രഹം ആപത്താണ്. കൂടുതൽ കൂടുതൽ നേടാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമുക്കുള്ളത് കൂടി നഷ്ടപ്പെടും. അടുത്ത കഥ കേട്ടാലോ? അത്യാഗ്രഹിയായ നായയും എല്ലിൻ കഷ്ണവും. ഒരിക്കൽ ഒരു നായക്കുട്ടി തന്റെ വീടിന്റെ പുറകിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴവൻ ഒരു ചെറിയ എല്ലിൻ കഷ്ണം കണ്ടു. ആ നായക്കുട്ടി അത് കടിച്ചെടുത്ത് ആരും കാണാതൊരിടത്തേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് നായക്കുട്ടി എല്ലിൻ കഷ്ണം രുചിച്ചു നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നായക്കുട്ടി വല്ലാതെ ക്ഷീണിതനായി. ആ എല്ലിൻ കഷ്ണം അരികിൽ വെച്ച് നായക്കുട്ടി ഉറങ്ങാനായി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നായക്കുട്ടി എഴുന്നേറ്റു. അവന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലിൻ കഷ്ണം അവിടെ തന്നെ ഇട്ടിട്ട് പോവാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് നായക്കുട്ടി അത് കടിച്ചെടുത്തുകൊണ്ട് അരികിലുള്ള നദിയുടെ അടുത്തേക്ക് പോയി. നദിയിൽ ആ നായക്കുട്ടി തന്റെ പ്രതിബിംബം കണ്ടു. അവിടെ മറ്റൊരു നായക്കുട്ടി വായിൽ എല്ലിൻ കഷ്ണവുമായി നിൽക്കുന്നുവെന്ന് അത്യാഗ്രഹിയായ നായക്കുട്ടി വിചാരിച്ചു. ആ എല്ലിൻ കഷ്ണം കൂടെ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ചു. നായക്കുട്ടി കുരക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ വായിൽ ഉണ്ടായിരുന്ന എല്ലിൻ കഷ്ണം നദിയിലേക്ക് വീണു. അങ്ങനെ അവന്റെ എല്ലിൻ കഷ്ണവും അവന് നഷ്ടമായി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ അത്യാഗ്രഹം എന്നും നമുക്ക് ദുഃഖം മാത്രമേ നൽകൂ. അടുത്ത കഥ കേട്ടാലോ? കൊക്കും ഞണ്ടും. ഒരു വലിയ കുളത്തിനടുത്ത് വയസ്സായ ഒരു കൊക്ക് താമസിച്ചിരുന്നു. പ്രായത്തിന്റെ വയ്യായ്മകൾ കൊണ്ട് കൊക്കിന് മീനൊന്നും പിടിക്കാൻ പറ്റാതായി. അങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന കൊക്കിന് പെട്ടെന്ന് ഒരു കുബുദ്ധി തോന്നി. കൊക്ക് കുളത്തിനരികിൽ ചെന്നിരുന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് ആദ്യം വന്നത് ഒരു ഞണ്ടാണ്. എന്താണ് കൊക്കമ്മാവ, മീനൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഞണ്ട് ചോദിച്ചു. ഞാൻ മീൻതീറ്റ നിർത്തി. എന്റെ മരണം വരെ ഞാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല, കൊക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താ? കരയാതെ കാര്യം പറയൂ, ഞണ്ട് വീണ്ടും ചോദിച്ചു. നാട്ടിലെ ഒരു ജ്യോത്സ്യർ പറയുകയാണ് ഈ കുളം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പറ്റിപ്പോകുമെന്ന്. അടുത്ത 12 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യില്ലെന്ന്. കുളം പറ്റിയാൽ നിങ്ങൾ മീൻകുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? അതോർത്താണ് ഞാൻ കരയുന്നത്. കൊക്ക് തന്റെ തന്ത്രം പ്രയോഗിക്കുവാൻ തുടങ്ങി. കുളം പറ്റുമെന്ന് കേട്ട് ഞെട്ടിപ്പോയ ഞണ്ട് ആ വാർത്ത പറയാൻ കുളത്തിനടിയിലേക്ക് പാഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു എല്ലാവരും പേടിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ അവർ കൊക്കിനോട് തന്നെ ഉപദേശം തേടി. 12 വർഷം മഴ പെയ്തില്ലെങ്കിലും വെള്ളം പറ്റാത്ത ഒരു കുളം എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഓരോരുത്തരായി അവിടെ എത്തിക്കാം, കൊക്ക് പറഞ്ഞു. മീനുകളെല്ലാം അതിനോട് യോജിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാ ദിവസവും കൊക്ക് ഓരോ മീനുകളെ കൊത്തിയെടുത്ത് അടുത്തുള്ള കുളം ലക്ഷ്യമാക്കി പറന്നു. എന്നാൽ ആ മീനുകളെല്ലാം കൊക്കിന്റെ ആഹാരമായി തീരുന്നതായിരുന്നു സത്യം. പക്ഷേ അതാരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഞണ്ട് പരാതിയുമായി കൊക്കിനടുത്തെത്തി. കൊക്കമ്മാവ, അമ്മാവൻ മീനുകളെ മാത്രമാണ് രക്ഷപ്പെടുത്തുന്നത്. പുതിയ കുളത്തിലേക്ക് എനിക്കും പോകണം, ഞണ്ട് പറഞ്ഞു. മീനിനെ തിന്നു മടുത്ത കൊക്കിനെ ഞണ്ടിനെ തിന്നാൻ ഒരു കൊതി തോന്നി. അങ്ങനെ
ഞണ്ടിനെ കൊണ്ടുപോകാൻ കൊക്ക് സമ്മതിച്ചു. ഞണ്ടിനെയും കൊണ്ട് കൊക്ക് പറക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മീനിന്റെ മുള്ളുകൾ കിടക്കുന്നത് കണ്ട ഞണ്ടിന് കൊക്കിന്റെ ദുഷ്ടബുദ്ധി മനസ്സിലായി. കൊക്കമ്മാവ, പുതിയ കുളത്തിൽ നമ്മൾ എപ്പോൾ എത്തും? ഒന്നും അറിയാതെ ഭാവത്തിൽ ഞണ്ട് ചോദിച്ചു. ഇവിടെ ഒരു കുളവുമില്ല, ഞാൻ നിന്നെ തിന്നാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് കൊക്ക് താഴത്തേക്ക് പറന്നിറങ്ങി. കൊക്കിന്റെ പുറകിലിരുന്ന ഞണ്ട് തന്റെ കൈകളാൽ കൊക്കിന്റെ കഴുത്തിൽ ഇറുക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടി രക്തം വാർന്ന് കൊക്ക് ചത്തു. തിരിച്ച് കുളത്തിലെത്തിയ ഞണ്ട് നടന്നതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നീട് ഒരുപാട് കാലം അവരെല്ലാവരും ആ കുളത്തിൽ സന്തോഷമായി ജീവിച്ചു. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അറിയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ മനസ്സിലാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. അടുത്ത കഥ കേട്ടാലോ? പൂച്ചയും കുറുക്കനും. കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് പൂച്ച തന്റെ കൂട്ടുകാരനായ കുറുക്കനെ കണ്ടുമുട്ടിയത്. എവിടെയായിരുന്നു സുഹൃത്തെ? കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട്, പൂച്ച ആവേശത്തോടെ ചോദിച്ചു. ഞാൻ അടുത്ത കാട്ടിൽ ചില പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പോയതായിരുന്നു, കുറുക്കൻ പറഞ്ഞു. അതെയോ? അതെന്തൊക്കെയാണ് നീ പഠിച്ച പുതിയ വിദ്യകൾ? പൂച്ചയ്ക്ക് ആകാംക്ഷയായി. അതോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 പുതിയ അറിവുകൾ. അതാണ് ഞാൻ പഠിച്ചത്, കുറുക്കൻ അഭിമാനത്തോടെ അറിയിച്ചു. ഓ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 അറിവുകളോ? അത് കൊള്ളാമല്ലോ, എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചതാ, പൂച്ച കുറുക്കനോട് അഭ്യർത്ഥിച്ചു. അതിനെന്താ, ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു തരാം. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ തന്നെ പഠിച്ച ഓരോ വിദ്യകൾ പൂച്ചയെ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു പുലി വന്നത്. വിശന്ന് വലഞ്ഞ പുലി മുന്നിൽ ഒരു കുറുക്കനെയും പൂച്ചയെയും കണ്ടു. അവരെ പിടിക്കാൻ മുന്നോട്ട് കുതിച്ചു. പൂച്ച അതിവേഗം ഒരു മരത്തിൽ ചാടിക്കയറി രക്ഷപ്പെട്ടു. പാവം കുറുക്കൻ താൻ പുതുതായി പഠിച്ച 101 വിദ്യകളിൽ ഏത് വിദ്യയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിലായ കുറുക്കനെ പുലി അനായാസം പിടികൂടി ശാപിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിലിരിക്കുകയായിരുന്ന കാക്കച്ചി പറഞ്ഞു, ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏത് സമയത്ത് എന്താണ് ഉപകരിക്കുക എന്നറിയുകയും അത് വേണ്ട പോലെ ഉപയോഗിക്കുകയും ചെയ്യാൻ അറിയുകയും വേണം. അടുത്ത കഥ കേട്ടാലോ? ആമയും താറാവുകളും. ഒരിക്കൽ ഒരു കാട്ടിൽ വലിയ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ 2 ഹംസങ്ങൾ താമസിച്ചിരുന്നു. ആ തണുത്ത തടാകത്തിൽ നീന്തുന്നത് വലിയ ഇഷ്ടമായിരുന്നു അവർക്ക്. ഹംസങ്ങളുടെ ഉറ്റ സുഹൃത്തായി ഒരു ആമയും ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവിടുമായിരുന്നു. കുറച്ചു ദിവസങ്ങളിൽ ആ കാട്ടിൽ മഴ പെയ്യുന്നത് കുറവായി. വേനൽക്കാലം ആയതുകൊണ്ട് ചൂടും കൂടി. അത് കാരണം തടാകത്തിലുള്ള വെള്ളം വറ്റി. അപ്പോൾ ആദ്യത്തെ ഹംസം പറഞ്ഞു, വെള്ളമില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇനിയും ഇവിടെ താമസിച്ചാൽ തീർച്ചയായും നമ്മൾ എല്ലാവരും മരിച്ചു പോകും. ഒടുവിൽ അവർ എല്ലാവരും ദൂരെ ഒരു തടാകത്തിലേക്ക് പറന്നു ചെന്ന് വസിക്കാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ആമ പറഞ്ഞു, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. അത് കേട്ട ഹംസം പറഞ്ഞു, നിന്നെ കൊണ്ട് പറക്കാനാകില്ല, വേഗം നടക്കാനും പറ്റില്ല. ഞങ്ങൾ എങ്ങനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും? അത് കേട്ട രണ്ടാമനായ ഹംസത്തിന് ഒരു ഉപായം തോന്നി. ഹംസം ഒരു വടിയെടുത്തു. ആമയോട് തന്റെ വാ കൊണ്ട് വടിയുടെ നടുകുവശം കടിച്ചു പിടിക്കാനായി ആവശ്യപ്പെട്ടു. ശേഷം ഹംസം ആമയോട് ഇപ്രകാരം പറഞ്ഞു, നീ വായ തുറക്കരുത്. ആമ പദ്ധതി മുഴുവൻ മനസ്സിലാക്കി. ആമ വടിയുടെ നടുവിൽ പിടിക്കുകയും 2 ഹംസങ്ങൾ അവരുടെ കൊക്കിൽ നിന്ന് വടിയുടെ 2 കോണുകളും പിടിക്കുകയും ചെയ്തു. വഴിയിൽ അവർ ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആമയെ നോക്കി ആശ്ചര്യപ്പെട്ടു. 2 പക്ഷികൾ ആമയെ വടികൊണ്ട് എടുക്കുന്നത് കണ്ട് ഗ്രാമം മുഴുവനും ബഹളം വച്ചു. ഹംസത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ആമ സംസാരിക്കാനായി വായ തുറന്നു. ഹംസങ്ങൾ പറഞ്ഞതുപോലെ ആമ നിലത്തേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു.
അടുത്ത കഥ കേട്ടാലോ? ആമയും മുയലും. ആമച്ചേട്ടനായിരുന്നോ? ഞാൻ ഓർത്ത് പാറയായിരിക്കുമെന്ന്. മുയലച്ചാരെ, ഇത്ര വേഗത്തിൽ എവിടെ പോകുന്നു? പുഴക്കര വരെ. ആണോ? ഞാനും പുഴക്കരയിലോട്ടാ. ചേട്ടന്റെ കൂടെ ഇങ്ങനെ പതിയെ നടന്നാൽ എപ്പോഴെത്താനാ? എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്കും വേഗത്തിലെത്തുവാൻ കഴിയും. ഒന്ന് പോ ചേട്ടാ, വെറുതെ തമാശ പറയാതെ. എന്നാലൊന്ന് ശ്രമിച്ചിട്ട് തന്നെ കാര്യം. നമുക്കൊരു പന്തയം വെച്ചാലോ? അത് വേണോ? നടത്തിക്കളയാം. അപ്പോഴേക്കും ഓടിയോ? കൊള്ളാമല്ലോ. എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ. പുഴക്കരയിൽ പോയിരിക്കാം. ആമച്ചേട്ടൻ വരാൻ വൈകും. കുറച്ച് സമയം വിശ്രമിക്കാം. ആമച്ചേട്ടൻ വരുന്നതിന് മുമ്പ് പോയേക്കാം. ആഹാ, ആമച്ചേട്ടനാണല്ലോ ആദ്യം എത്തിയത്. എവിടെ മുയലച്ചാർ? എന്നോട് ക്ഷമിക്കൂ ആമച്ചേട്ടാ, എല്ലാം എൻ്റെ അഹങ്കാരം മൂലമാണ്. ആരും സ്വന്തം കഴിവിൽ അഹങ്കരിക്കരുത്. ആരെയും ചെറുതായി കാണുകയും ചെയ്യരുത്. മനസ്സിലായോ? അടുത്ത കഥ കേട്ടാലോ? പണ്ട് വളരെ പണ്ട് ഒരു കാട്ടിൽ ഒരു പുള്ളിമാനും ഒരു കുറുക്കനും താമസിച്ചിരുന്നു. തടിച്ചു കൊഴുത്ത പുള്ളിമാനിനെ കാണുമ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറും. എത്രയും വേഗം തന്നെ ഇവനെ അകത്താക്കണം, അതായിരുന്നു കുറുക്കന്റെ എപ്പോഴുമുള്ള ചിന്ത. ഒരു ദിവസം പുള്ളിമാൻ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ഇത് കണ്ട് സൂത്രക്കാരനായ കുറുക്കൻ മാനിന്റെ മുന്നിലെത്തി. അവൻ മാനുമായി വഴക്കിടാൻ തുടങ്ങി. ഇത് എന്റെ പുഴയാണ്, ഇതിലെ വെള്ളം എനിക്ക് മാത്രമുള്ളതാണ്. അതിനാൽ നീ കുടിച്ച വെള്ളം ഈ പുഴയിൽ തന്നെ തിരിച്ചു നൽകണം, കുറുക്കൻ ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ പുള്ളിമാനിന് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ പുഴയിലെ വെള്ളം ഞാൻ കുടിക്കാൻ പാടില്ലായിരുന്നു. എന്തു ചെയ്യാം, ഇപ്പോൾ കുടിച്ചുപോയില്ലേ. നീ ഒരു കാര്യം ചെയ്യൂ, എന്റെ കാലിന്റെ മുകളിലുള്ള ഒരു കഷ്ണം ഇറച്ചി നീ കടിച്ചെടുത്തോളൂ. കുറുക്കന് സന്തോഷമായി. വളരെ കാലമായി ആഗ്രഹിക്കുന്നു ഇവന്റെ ഇറച്ചി. അവൻ വേഗം ചെന്ന് പുള്ളിമാന്റെ പിറകിലത്തെ കാലിന്റെ മുകൾ ഭാഗം കടിക്കാൻ ഒരുങ്ങി. ഉടൻ തന്നെ പുള്ളിമാൻ കാല് മുടക്കി ഒറ്റ ചവിട്ട്. തല കടിയേറ്റ കുറുക്കന് ബോധം കെട്ട് താഴെ വീണു. പിന്നെ ഒരിക്കലും കുറുക്കൻ പുള്ളിമാനിനെ തിന്നാൻ ആഗ്രഹിച്ചിട്ടില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.